നമ്മൾ ഈ ഇടയായി ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. ഒരു ചെറിയ പ്രശ്നമല്ല, ഒരു പാറ്റേൺ, ഒരു സിമിലർ പാറ്റേണിൽ വരുന്ന ഒരു പ്രശ്നം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്തെങ്കിലും ഒരു കാര്യം പറയും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നിട്ട് അതൊരു ചെറിയൊരു പ്രശ്നമാവും. ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടിപ്പോയ ഒരാഴ്ച അതായിരിക്കും ചർച്ച. പിന്നെ വി വിൽ ഓട്ടോമാറ്റിക്കലി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് ക്രിയേറ്റർ, നെക്സ്റ്റ് ടോപ്പിക്. ആൻഡ് ദ ഫണി തിങ് ഇസ്, ആദ്യം ഈ കോണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ കാര്യം കുഡ് ബി ഒരു അഭിപ്രായം, അവരുടെ ഒരു അഭിപ്രായം, ഇല്ലെങ്കിൽ അവരുടെ ചാനലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിരിക്കും, അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. പറയുകയോ ചെയ്യോ കാണിക്കുകയോ എന്തോ ചെയ്തു, എന്നിട്ട് ആൾക്കാരതങ്ങ് ഏറ്റെടുക്കും, എല്ലാവരും ഡിസ്കസ് ചെയ്യും. അപ്പം കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് കാണും. അവർക്ക് അവരുടേതായ അവർ ഈ കോണ്ടന്റ് ക്രിയേറ്ററിനെ കൺഗ്രാജുലേറ്റ് ചെയ്യും, ഇല്ലേ എൻകറേജ് ചെയ്യും, ഇല്ലേ മോട്ടിവേറ്റ് ചെയ്യും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഇവരെ ഈ പർട്ടിക്കുലർ കോണ്ടന്റ് ക്രിയേറ്ററിന് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർ കാണും. അവർ കുറ്റപ്പെടുത്തുക, ക്രിറ്റിസിസം, ഹെയ്റ്റ്, ഹറാസ്മെൻറ്റ്, അത് ഒരു വഴിക്ക് നടക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ട്, ഇവരെ പറ്റി വലിയ വിവരമൊന്നുമില്ല, വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമുക്കൊരു ചെറിയ താല്പര്യം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം ഒരു പോയിന്റ് എത്തുമ്പം ഈ പ്രശ്നം കുറച്ച് വലുതായി കഴിയുമ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റർ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം വന്നെന്തെങ്കിലും പറയും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ, എന്നെ ജീവിക്കാൻ വിടൂ എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ എല്ലാവരും എന്തിനാ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നേ എന്ന രീതിയിൽ കുറേ സംസാരം. ആൻഡ് അത് ഒന്നെങ്കിൽ അങ്ങ് തീരും, അല്ലെങ്കിൽ അടുത്ത പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കും, അതങ്ങനെ പോകും. നൗ ഈ പാറ്റേൺ ഇസ് ദ സെയിം. ആൻഡ് ഈ പാറ്റേൺ എന്താ? വ്യൂവേഴ്സിൻ്റെ പ്രശ്നം എന്താ? വ്യൂവേഴ്സിൻ്റെ പ്രശ്നം ഇസ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ അവരെ പറ്റി എന്തോ ഒരു കാര്യം അവർ വോളണ്ടറിലി പബ്ലിക്കിനോട് പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ പബ്ലിക് ആക്കിയ കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ അല്ലേ? നാച്ചുറലി നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നൗ അഗൈൻ ഞാനൊരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുക, ഈ ഹെയ്റ്റ് ഹറാസ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രിറ്റിസിസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെയ്റ്റ് ഹറാസ്മെന്റിനെ പറ്റി ഞാൻ ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷെ ബേസിക്കലി ക്രിറ്റിസിസമാണ് പറയുന്നത്. അവർ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അവർ ചെയ്തത് തെറ്റായിരുന്നു, ഇതെന്ത് മോശം ബിഹേവിയറാണ്, ആ ഒരു രീതിയിലുള്ള സംസാരമാണ് മാക്സിമം പോയത്. അല്ലെങ്കിൽ ഇവരെ പണ്ടോട്ടേ നമുക്കറിയായിരുന്നു ഇവരിങ്ങനത്തെ ഒരു സ്ത്രീയാ, അങ്ങനെ കൂടിപ്പോയ അങ്ങേറ്റം ഒരു ലെവൽ. നൗ അപ്പം അതാണ് വ്യൂവേഴ്സിൻ്റെ കാര്യം. അപ്പം ഇവർ വന്ന് ഡിസ്കസ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു പണിയില്ല, നിങ്ങളെ കാര്യം നോക്കി പോവാം മനുഷ്യരെ എന്ന് പറയുമ്പോൾ വ്യൂവേഴ്സിന് കൊള്ളും. വ്യൂവേഴ്സ് പോലും ആയിരിക്കത്തില്ല, ആൾക്കാർക്ക് പൊതുവെ കൊള്ളും. കാരണം ഹൗ ഡെയർ ഷീ ഓർ ഹി സേ ദാറ്റ്, റൈറ്റ്? നൗ എന്താ കാര്യം? കാരണം ഇത് ഇവരുടെ വീട്ടിൽ നടന്നൊരു കാര്യം നമ്മൾ കയറി ചെന്ന് നോക്കുമല്ലോ, നമ്മളെ അറിയിച്ച കാര്യം. അതാണ് വ്യൂവേഴ്സിന്റെ മെന്റാലിറ്റി. നമ്മളെ അറിയിച്ച കാര്യം ഇതേപ്പറ്റി നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു, അതിനെന്താ ഇപ്പൊ വലിയ പ്രശ്നം എന്നാണ് വ്യൂവേഴ്സിന്റെ ഒരു അഭിപ്രായം. എപ്പോഴും വ്യൂവറും ഹിയും ഷിയും ഒന്നും പറയാതെ, ലെറ്റ്സ് ഇമാജിൻ ദെയർസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, പുള്ളിക്കാരുടെ പേര് കരീന. ഓക്കെ, ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ കരീന എന്ന് പേരുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല. അപ്പം ഈ കരീന വന്നിട്ട് ഒരു കാര്യം പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം, പുള്ളിക്കാരിക്ക് ഫോർ എക്സാമ്പിൾ പാലിഷ്ടമല്ല, പുള്ളിക്കാരിക്ക് പാലിഷ്ടമല്ല, പാല് കുടിക്കുന്ന ഇഷ്ടമല്ല, പാല് കുടിക്കുന്നവരെ പറ്റി വലിയ അഭിപ്രായമില്ല, അതാണ് അവരുടെ ഒപ്പീനിയൻ. അവരെങ്ങനെയോ എവിടോ ഒന്നെങ്കിൽ ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ അവരുടെ ഒരു വ്ളോഗിലോ, ബൈ ദ വേ ഇവർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, അതായത് അവരുടെ കോണ്ടന്റ് ഇസ് ദെയർ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ. അപ്പം ഇത് പറഞ്ഞു, അപ്പം വ്യൂവേഴ്സ് അത് ഏറ്റെടുത്തു. പാൽ ഇത്ര എന്താ പാലിലുള്ള പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ പാൽ ഇത്ര വലിയ നല്ല കാൽഷ്യം ഒക്കെ ഉള്ള സംഭവമാണ്, ഇത് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ചിലർ പറയുന്നു, അത് ഞാൻ വീഗനാണ്, ഞാൻ പാല് കുടിക്കാറില്ല, അങ്ങനെ ഡിസ്കഷൻ. ഒരു പോയിന്റ് എത്തുമ്പോൾ കുറച്ച് ഈ ഹെയ്റ്റും ഹറാസ്മെന്റ് ആണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും നല്ല കാര്യമാണെങ്കിലും ഒരു വോളിയം, ആ സ്കെയില് കൂടുമ്പോൾ അവർക്ക് തന്നെ തോന്നി, ഈ ആൾക്കാർക്കൊന്നും ഒരു പണിയില്ലേ, ഞാൻ പാല് കുടിക്കാത്തതിന് ഇവരെന്താ എന്നൊരു അഭിപ്രായം. കഴിയുമ്പോൾ അവർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പണി നോക്കി പോകും, എനിക്ക് ഞാൻ പാല് കുടിക്കോ കുടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. വ്യൂവേഴ്സിന് അതിൻ്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കറക്റ്റ്? സോ അപ്പോൾ വ്യൂവേഴ്സ് വിചാരിക്കും, ഇവരല്ലേ ഇവർ പറഞ്ഞതിനെ പറ്റിയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുടെ, ആ ക്രിയേറ്റർ കരീനയുടെ അഭിപ്രായം എന്താ? കരീനയുടെ അഭിപ്രായം മീൻസ് അവരുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, കറക്റ്റ്, അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, അതും കറക്റ്റ്. പക്ഷെ എന്ന് വെച്ച് 24 മണിക്കൂറും
എല്ലാവരും വന്നിട്ട് അവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യണം. ജഡ്ജ് ചെയ്യുക മാത്രമല്ല, നമ്മൾ മനസ്സിൽ ജഡ്ജ് ചെയ്യുന്നത് വേറൊരു കാര്യം. ഇത് അവർക്ക് മെസ്സേജ് അയക്കുക, അവരുടെ പോസ്റ്റിന് താഴെ കോമന്റ് ഇടുക, പിന്നെ ഓരോ ആൾക്കാരെ അതിനെപ്പറ്റി സംസാരിക്കുക. അപ്പം അവരിത് കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. ഞാനൊരു ചെറിയ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ഇല്ല ഞാനൊരു ചെറിയ കാര്യമല്ലേ ചെയ്തുള്ളൂ, എല്ലാവരും കൂടെ എന്തിനാ എൻ്റെ നെഞ്ചത്തേക്ക് എന്നാണ് അവരുടെ ഒരു പോയിന്റ്. നൗ ഓൾസോ ഇതിപ്പോൾ വലിയൊരു പ്രശ്നമാണെങ്കിൽ അവർ പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരീനയും കരീനയുടെ സിസ്റ്റർ കരിഷ്മയും തമ്മിൽ അത്ര സുഖത്തിലല്ല, ഇമാജിൻ. അപ്പം കരീനയും കരിഷ്മയും അത്ര സുഖത്തിലല്ല, പക്ഷെ അവർ തമ്മിൽ കുഞ്ഞിലെ തൊട്ടേ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അതൊരു വലിയ ഫാമിലി ഡൈനാമിക്സ് ആണ്, നമുക്കറിയില്ല. അപ്പം അവരുടെ അച്ഛനും അമ്മയും ബ്രദറും കരിഷ്മയുടെ ഭർത്താവും ഇവരൊക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരും. അവിടെപ്പോൾ അവർ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരിക്കും. എന്നിട്ട് ലേറ്റർ ഒരു പ്രശ്നം വന്നപ്പോൾ കാര്യം പറയും, നിങ്ങളല്ലേ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരുന്നേ, നിങ്ങൾ ഭയങ്കര ആൾക്കാർ നന്നായിട്ടൊക്കെ ഇരുന്നേ, അത് ഞങ്ങളെ പറ്റി ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളെ പറ്റിക്കായിരുന്നു, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഇത് റീസെന്റ് പ്രശ്നമായിട്ട് വളരെ സിമിലർ ആയിട്ട് തോന്നുന്നത്, അത് ഐ വിൽ നോട്ട് സേ യാദൃശ്ചികമാണ്, പക്ഷെ ദാറ്റ്സ് ബിക്കോസ് ഈ പ്രോബ്ലം എല്ലാം ഏകദേശം ഈ ഒരു ലൈനിലാണ്, അതുകൊണ്ടാണ്. ബട്ട് ബേസിക്കലി കരീനയുടെ പോയിന്റ് എന്താ, ശരിയാണ്, ഞാനും കരിഷ്മയും ഓണത്തിന് കൂടിയിരുന്നു, പക്ഷേ അപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചിരുന്ന സമയത്തൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്ത് വ്ളോഗൊക്കെ ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നവും നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അറിയിക്കാൻ തോന്നുന്ന കാര്യം മാത്രമേ അറിയിക്കുന്നുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ അറിയിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യം ഓഫ് ദ വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ അവർ ഫാമിലി മാത്രമേ ഞങ്ങൾ അറിയിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ഞങ്ങൾ അറിയിക്കാറില്ല. അപ്പോൾ ഇത് തന്നെ. അപ്പം ഈ പ്രശ്നം കുറച്ചങ്ങോട്ട് സൈഡ് ആകുമ്പോൾ അടുത്ത പ്രശ്നം കരീനയുടെ കാര്യത്തിലല്ല, വേറെ ദീപികയോ കട്രീനയോ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അതിങ്ങനെ ഇങ്ങനെ പോകും. ഇതിനൊരു എൻഡ് ഇല്ല. അടുത്ത പ്രശ്നം ഇതിങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇസ് ഈ പ്രൊമോഷൻ പ്രശ്നം. അതായത് പക്ഷെ അവിടെയും ബേസിക്കലി കള്ളത്തരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വ്യൂവേഴ്സിനെ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതും ഇതെല്ലാം കംസ് അണ്ടർ ദ ഫാക്ട് ദാറ്റ് വ്യൂവേഴ്സ് ഫീൽ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു, നിങ്ങൾ ഈ പറയുന്നൊന്നല്ല ശരി. അതാണ് ഇതിൻ്റെ ഒരു ലൈൻ. നൗ അപ്പം ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം കുറേ ആൾക്കാർ കുറേ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ രണ്ട് കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യണം, നമ്മൾ രണ്ട് കാര്യത്തിൽ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് കാര്യം ഇസ് ആൾക്കാർ നന്നായിട്ട് സംസാരിക്കണം. ആൾക്കാർ മീൻസ് വ്യൂവേഴ്സ് നന്നായിട്ട് സംസാരിക്കണം. കുറ്റമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നന്നായിട്ടേ സംസാരിക്കാവോ എന്നുള്ളത് ഇസ് നോട്ട് അപ്പ് ഫോർ ഡിബേറ്റ്. നമ്മൾ നന്നായിട്ട്, അത് നമ്മുടെ മാന്യതയാണ്. നമ്മളൊരു കാര്യം പറയുമ്പം ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോഴും ചിലർ ചെയ്യുമ്പോഴും ചിലരുടെ എത്തിക്സ് നമ്മുടെ എത്തിക്സ് ആയിട്ട് മാച്ച് ആവില്ല. ഇപ്പം ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ക്രിയേറ്റർ, കരീനെ തന്നെ എടുത്തോളൂ. കരീന പണ്ട് ചിലപ്പോൾ മിൽമയുടെ പരസ്യം ചെയ്ത ആളായിരിക്കും, മിൽമയുടെ പ്രൊമോഷൻ ചെയ്ത ആളായിരിക്കും. അപ്പം നമ്മൾ ഒരു ദിവസം കരീന വന്ന് പറയുക പാല് ഇഷ്ടമല്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇവളല്ലേ കുറച്ച് നാൾ മുമ്പ് മിൽമയുടെ പരസ്യം ചെയ്തേ, അല്ലെങ്കിൽ അവൾക്ക് പാൽപ്പായസമാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് എന്ന് ഇവളല്ലേ പറഞ്ഞേ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവളെ. അപ്പം മൾട്ടിപ്പിൾ ആൾക്കാർ വിൽ ബിഹേവ് ഇൻ മൾട്ടിപ്പിൾ രീതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ആസ് എ പേഴ്സൺ വിൽ ബി ലൈക്ക്, ഇങ്ങനൊരാളുടെ വീഡിയോ ഞാൻ എന്തിനാണ് കാണുന്നത്? ഞാൻ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ആളിലോട്ട് പോകും. അത് ഒരു ലെവൽ ഓഫ് ആൾ. കരീനയും ഞാനും എനിക്ക് കരീന ഒരു ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ. പക്ഷെ ഇമാജിൻ വേറൊരാൾ, ഞാൻ ഭയങ്കര ഇപ്പം വേറൊരു കോണ്ടന്റ് ക്രിയേറ്റർ ദീപിക, പുള്ളിക്കാരിയാണെങ്കിൽ പുള്ളിക്കാരിക്ക് 10 സബ്സ്ക്രൈബേഴ്സിൽ ഒരു സബ്സ്ക്രൈബർ ഞാനായിരുന്നു. ഞാൻ കണ്ടാണ് പുള്ളിക്കാരി ഇത്രയും വലിയ വളർന്ന ഒരാൾ. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും തമ്മിൽ എന്തോ ഒരു ചെറിയ ആത്മബന്ധം പോലെ എന്തോ ഒരു സംഭവമുണ്ട്. പുള്ളിക്കാരി ഇത് ചെയ്തപ്പോൾ എനിക്കങ്ങ് കൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് വർത്താനം പറയണം. ഞാനൊരു വലിയ കമന്റ് ഇട്ട്, നിങ്ങൾ ഇത് ചെയ്യുന്ന മോശമാണ് അത്. അപ്പം ഞാൻ പറഞ്ഞത്, ഓരോ ആൾക്കാർ ഓരോ ഇൻസ്റ്റൻസിൽ റിയാക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ്? സോ പക്ഷെ ഞാൻ എൻ്റെ റിയാക്ഷൻ എന്താണെങ്കിലും ദ വേ ഐ പുട്ട് ഇറ്റ് ഫോർവേഡ് ഷുഡ് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് നൈസ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി അതർ വേ. ഈ കരീനയും ദീപികയും കട്രീനയും ഇവരൊക്കെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞാലും ഞാൻ മോശപ്പെട്ട ആളാണോ? ഞാൻ മോശപ്പെട്ട ആളാണെങ്കിൽ അല്ലേ ഞാനൊരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുള്ളൂ. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ നമുക്കൊരു അനോണിമിറ്റി തരുമ്പം നമ്മൾ ഒരു യൂസർ നെയിമിന്റെ പുറകെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസും ഇല്ല, നമ്മൾ ആരാ എന്താ ഫേക്ക് അക്കൗണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് എന്തും വിളിച്ച് പറയാവുന്നൊരു ഇതാണല്ലോ. ഐ മീൻ അൺലെസ് ദേ ഗോ ഫോർ എ സൈബർ ബുള്ളിങ് കേസോ സൈബർ ക്രൈം അങ്ങനെ എന്തെങ്കിലും പോയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ
അതുള്ളത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യണം എന്നില്ല. കാരണം ഇത് എൻ്റെ മാന്യത എന്താണെന്ന് ഞാൻ ആലോചിക്കണം, എൻ്റെ എത്തിക്സ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, ആൾക്കാരെ റെസ്പെക്ട്ഫുള്ളി നൈസും ബിഹേവ് ചെയ്യണം, അതിനൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രൈവസി വേണോ? അതിലും ഒരു ക്വസ്റ്റ്യൻ ഇല്ല, അവർക്ക് വേണം. അവര് കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ഓഫ് എന്താ, അവരുടെ ജീവിതമാർഗമാണിത്. അവർ കോണ്ടന്റ് ഉണ്ടാക്കി, ആൻഡ് ആ കോണ്ടന്റ് ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്നു, അത് അവരുടെ ജീവിതമാർഗമാണ് എന്ന് വെച്ചാൽ അവർക്ക് പ്രൈവസി വേണ്ട. ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞ പോലെ ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സ് ആണ്, പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ആർക്കും എന്തും പറയാൻ പറ്റത്തില്ല. കറക്റ്റ്. ആർക്കും എന്തും പറയുന്നതിന് പകരം ആർക്കും എന്തും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല അവളുടെ കയ്യിൽ നിന്ന്. സോ ഈ രണ്ട് കാര്യമല്ല എൻ്റെ പോയിന്റ്. ഇത് കുറച്ചുകൂടെ വേറൊരു ലെവൽ ഓഫ് ഡിസ്കഷൻ. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടും ഞാനൊരു റീസേർച്ച് മേഖലയിലുള്ള ഒരാളായതുകൊണ്ടും എനിക്കിതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഷെയർ. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഓവർ ഹിയർ ഇസ് ദ മെയിൻ ഐഡിയ, ദ മെയിൻ ആർക്ക് ഇസ്, അയാൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അയാളുടെ ലൈഫ്. അങ്ങനെയുള്ള ഒരാൾ ഉള്ളപ്പോൾ അവരുടെ ജീവിതത്തിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് സിറ്റുവേഷൻ വെയർ their lifestyle is their product or their life is their product. The life is their product എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് ഞാൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബേസിക്കലി അതുകൊണ്ടാണല്ലോ അവരെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇഫ് സമ്മൺസ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദെം ഷെയറിങ് ദെയർ എവറി ഡേ ലൈഫ്, അതായത് അവർ രാവിലെ എന്ത് ചെയ്തു, അവർ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ഒരു വീക്കിൽ എന്ത് ചെയ്യുന്നു, അവർ എന്ത് കുക്ക് ചെയ്യുന്നു, അവരുടെ വീട്ടിലെ ഓരോരോ ക്യാരക്ടേഴ്സിനെ നമുക്കറിയാം, അവരുടെ ഇക്വേഷൻസ്, ഇവരുടെ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഓരോരോ മൈൽ സ്റ്റോൺസ്, സ്കൂളിൽ പോകുന്നു, കോളേജ് ഗ്രാജുവേറ്റ് ചെയ്യുന്നു, സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, വീട്ടിൽ കല്യാണം, വീട്ടിൽ പുതിയ കുട്ടി ഉണ്ടാവുന്നു. അപ്പം ഇതൊക്കെ അവരുടെ ലൈഫാണല്ലോ ടെക്നിക്കലി ദ പ്രോഡക്റ്റ്, റൈറ്റ്? സോ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ സെല്ല് ചെയ്യുന്ന, അങ്ങനെ ലൈഫ് സ്റ്റൈൽ സെല്ല് ചെയ്യുന്ന ഒരാളും ഈ കാണുന്ന വ്യൂവേഴ്സും തമ്മിൽ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്? അതൊരു നോർമൽ റിലേഷൻഷിപ്പ് ആവാൻ ചാൻസ് ഇല്ല. നോർമൽ എന്ന് പറയുന്നത് എന്താ? നോർമൽ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ടി വിയിലും സ്ക്രീൻസിലും കാണുന്ന ആൾക്കാരുമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല ഇതുപോലുള്ള ആൾക്കാരോടും നമുക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പ്. വൈ? ബിക്കോസ് ബാക്കി ടി വിയിൽ വരുന്ന ആൾക്കാർ ആർ ഫേമസ് ബിക്കോസ് ഓഫ് സംതിങ്. അതായത് അവരെന്തോ ആണ്, അവരൊന്നെങ്കിൽ ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ അവരൊരു സിംഗറാണ്, അല്ലെങ്കിൽ അവരൊരു അത്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അവരൊരു കുക്കാണ്, ഷെഫാണ്, ഇങ്ങനത്തെ കുറേ പരിപാടി. അവരെന്തോ ആണ്, പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ടാണ് നമുക്കവരെ അറിയാവുന്നത്. അവരുടെ ഇപ്പം ഈ ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റ് എന്നൊരു എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റ്, എന്ത് ആർട്ടിസ്റ്റ് ആട്ടെ, പാട്ടുകാരിയോ സിനിമ നടിയോ നടനോ എന്തെങ്കിലും ആട്ടെ, കുറേ നാളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചില ഒപ്പീനിയൻസ് നമുക്കായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? നമുക്ക് ഇത്രയും നാൾ അവരുടെ ആർട്ട് ഇഷ്ടമായിരുന്നു, അവർ ചെയ്ത സിനിമകളല്ലേ, അവരുടെ പാടിയ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അയാൾ അല്ലെങ്കിൽ അവർ നമുക്കിഷ്ടമുള്ള ഒരാളല്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് വി ജസ്റ്റ് സ്റ്റോപ്പ് എൻജോയിങ് ഓൾ ദോസ് പീസസ് ഓഫ് ആർട്ട്? ഇപ്പം ഐ റിമെമ്പർ ലാസ്റ്റ് ടൈം ഇങ്ങനൊരു ഐ തിങ്ക് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് വാസ് വെൻ ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ. കാരണം പുള്ളിക്കാരി കുറച്ച് ചില പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉള്ള ആളാണ്, പക്ഷെ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ആളാണ്. സോ ആൾക്കാർക്ക് അവരോട് വളരെയധികം ഇഷ്ടം തോന്നും. പക്ഷെ അവരെ പറ്റി കൂടുതൽ അറിയുമ്പോഴും അവർ വാട്ട് ഡസ് ഷീ സ്റ്റാൻഡ് ഫോർ പൊളിറ്റിക്കലി അറിയുമ്പോൾ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഷുഡ് വി ജസ്റ്റ് അബാൻഡൻ ഹെർ ആർട്ട്? അതൊരു ഡിഫറെൻറ്റ് ടോപ്പിക്. ബട്ട് മൈ പോയിന്റ് ഇസ്, ബാക്കിയുള്ള ആൾക്കാർ ഫേമസ് ആയത് വേറെന്തോ ഒരു കാര്യം കൊണ്ടാണ്, അല്ലാതെ ദേ ആർ നോട്ട് ഫേമസ് ബിക്കോസ് ഓഫ് ദെയർ ഡേ ടു ഡേ ലൈഫ് അല്ലല്ലോ, റൈറ്റ്? സോ ഇപ്പം ഡേ ടു ഡേ ലൈഫായിട്ട് ഒരാൾ ഫേമസ് ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ കരീനയും കരിഷ്മയും ഒരു ഫാമിലി ആയിട്ട് ഇതാണല്ലോ പരിപാടി. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ദേ ആർ റിപ്പീറ്റഡ്ലി ഇൻവൈറ്റിംഗ് ദീസ് വ്യൂവേഴ്സ് ഇൻ ടു ദെയർ ലൈഫ്. അപ്പം നിങ്ങളൊരു ഇതുപോലൊരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ നിങ്ങളെ ഒരു സബ്സ്ക്രൈബർ എന്നായിരിക്കില്ലല്ലോ വിളിക്കുക.
എന്തായിരിക്കും വിളിക്കുക? ഫ്രണ്ടായിട്ടായിരിക്കും വിളിക്കുക, ഫാമിലി ആയിട്ടായിരിക്കും വിളിക്കുക. ഇപ്പം ഫാമിലി, നമ്മുടെ മലയാളത്തിൽ വരുമ്പം ഫാമിലി മാറും. ചേച്ചി, ചേട്ടൻ, അമ്മ, അമ്മൂമ്മ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു മെമ്പർ ഓഫ് ദ ഫാമിലി ആവും. അപ്പം നമ്മളെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണ്. നമ്മൾ തമ്മിൽ എന്തോ ഒരു ചെറിയ ബന്ധമുള്ള രീതിയിലുള്ളൊരു സംതിങ് അല്ലേ. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നമല്ല, ചെറിയ പ്രശ്നം, ലൈക്ക് അവരുടെ മിക്സി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു നിങ്ങൾ പറയൂ, നിങ്ങളുടെ വീട്ടിൽ ഏത് മിക്സിയാണ് ഉപയോഗിക്കുന്നത്? നല്ല മിക്സി ആണെങ്കിൽ കമന്റ് ഇടൂ, ഞാൻ ആ മിക്സി മേടിക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ പീസ് ഓഫ് ഒരു സംഭവം വേണം, അവർക്കൊരു മഞ്ഞയിൽ വെള്ള പൂവുള്ള ദുപ്പട്ട വേണം, നിങ്ങൾക്കറിയാവൂ, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പറ, അല്ലെ എനിക്ക് മെസ്സേജ് അയക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയ പരിപാടിയുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഇവരൊരു ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സോ ഇത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് മോഹൻലാലിനോടുള്ള റിലേഷൻഷിപ്പ് അല്ല, നമുക്ക് കരീനയോടും കരിഷ്മ ഹിന്ദിക്കാരല്ല ഉദ്ദേശിച്ചത്, എൻ്റെ എക്സാമ്പിളിലെ കരീന കരിഷ്മ അവരോട് ഉള്ളത്. സോ ബേസിക്കലി ഈ ഒരു ചെറിയ കൈൻഡ് ഓഫ് പ്രശ്നം വന്നത് സോഷ്യൽ മീഡിയ വന്നേ പിന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഇവരുമായിട്ട് നമുക്കുള്ള റിലേഷൻഷിപ്പ് എപ്പോഴാണ് ഉണ്ടായത്? ഇതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ റിലേഷൻഷിപ്പേ ഇല്ല. മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ഒരു വനിതയിലോ നാനയിലോ വന്നു, ഇല്ലെങ്കിൽ TV വന്നു കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഓണത്തിന് സമയത്ത്, അല്ലെങ്കിൽ വിഷു സമയത്ത്, ഈസ്റ്റർ സമയത്ത്, ക്രിസ്മസ് സമയത്താണ് ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് വരുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ ന്യൂസ് ചാനലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇന്റർവ്യൂസ് വരും. അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനൽസ് വരുന്നത് എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് പിന്നെയും പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വരുന്നത്. അന്നും പ്രൊമോഷൻസ് നടക്കുന്നത് ഏകദേശം ഫെസ്റ്റിവൽ സമയത്താണ്. ഓണം റിലീസ്, ക്രിസ്മസ് റിലീസ്, അങ്ങനെയൊക്കെ സിനിമകളാണെങ്കിൽ പോലും. അപ്പം അപ്പോഴൊക്കെ നമ്മൾ അവരെ പറ്റി എന്തെങ്കിലും കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വനിതയിലെ എന്തെങ്കിലും ഒരു റൈറ്റപ്പ് വരും അവരെ പറ്റി, അവരുടെ ഫാമിലിയെ പറ്റി. അതൊക്കെ എന്ത് പോളിഷ്ഡും ഫിൽറ്റേർഡും ആയ കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം അങ്ങനെയേ അല്ല. സോ അപ്പം നമ്മൾ ഒരു മേ ബി ഒരു 15 വർഷം പുറകോട്ട് പോയാലും ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. 15 വർഷം പുറകോട്ട് പോയ സമയത്താണ് ഏകദേശം റിയാലിറ്റി TV വന്നത്. അതായത് ഈ ആൾക്കാരുടെ ജീവിതത്തിലോട്ട്, അല്ലെങ്കിൽ അവര് ശരിക്കും എന്താണെന്ന് കാണാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പം ആ ഒരു സമയത്താണ് റിയാലിറ്റി TV വന്നത്. ഐഡിയ, സ്റ്റാർ സിംഗർ, മഞ്ചിന്റെ എന്തോ ഉണ്ടായിരുന്നു, മഞ്ച് ജൂനിയർ സിംഗ്, സൂപ്പർ ഓർമ്മയില്ല, വോഡഫോൺ തകതമി, D4 ഡാൻസ്, ഇങ്ങനത്തെ കുറേ പരിപാടി, റിയാലിറ്റി ഷോ. അത് കഴിഞ്ഞിട്ട് അതോടെ കുറേ കാര്യങ്ങൾ സെലിബ്രിറ്റീസിനെ വെച്ചും നോർമൽ ആൾക്കാരെ വെച്ചും ഒക്കെ ഇഷ്ടം പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ മലയാളി ഹൗസ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പോൾ ഫേമസ് ആയ ബിഗ് ബോസ്. ഓക്കെ, ബേസിക്കലി ആൾക്കാരെ കൊണ്ടിട്ട് അവരുടെ തനി സ്വഭാവം വെളിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ ഒരു സന്തോഷം. പക്ഷെ അവിടെയും ഒരു പരിധി വരെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ട്. എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വന്നാൽ അവർ ആ പരിപാടി നിർത്തും, അല്ലെങ്കിൽ അവർ എയർ ചെയ്യിക്കണ്ട എന്ന് വിചാരിക്കും. ഒരു വലിയ പ്രശ്നമുണ്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ മോൻ ഷൈനെയും ഏഷ്യാനെറ്റിനെയും അവർ തെറി വിളിക്കുന്നു, ഇവരൊക്കെ വൃത്തിയായിട്ട മനുഷ്യരാണെന്ന് പറഞ്ഞാൽ അവരത് എയർ ചെയ്യത്തില്ല. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊന്നു അവർ കാണിക്കത്തില്ല. അപ്പം പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വലിയ പ്രശ്നങ്ങളില്ല. ബിഗ് ബോസ് തന്നെ പ്രശ്നം ഉണ്ടാക്കും എന്തെങ്കിലും. ഓക്കെ, സാധാരണ നിങ്ങൾക്ക് 5 കിലോ അരിയാണ് തരുന്നത്, ഈ ആഴ്ച ഞാൻ 1/2 കിലോ അരി തരും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറയാം, അടിയാവും. അപ്പം സോ ബേസിക്കലി ഒരു ലെവൽ ഓഫ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ബിക്കോസ് ആൾക്കാർ അങ്ങനെയും അങ്ങ് വഴക്കുണ്ടാക്കില്ലല്ലോ. ഐ മീൻ മേ ബി ദേ ക്യാൻ ഫോർ ദിസ് ക്യാമറാസ്. പക്ഷെ ജീവിതത്തിൽ അങ്ങ് വെറുതെ വഴക്കുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് വഴക്കുണ്ടാക്കുമായിരിക്കും. ബട്ട് ബേസിക്കലി സോഷ്യൽ മീഡിയ വന്നപ്പം ഇതിന് പറ്റിയ പരിപാടി. അവരുടെ ജീവിതത്തിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. ആൻഡ് എന്താ ഡെയിലി വ്ലോഗ്, വീട്ടിലെന്താ സാധനം മേടിച്ച, ഹോൾ വീഡിയോസ്, അൺറാപ്പിംഗ് വീഡിയോസ്, വീട്ടിലെന്തോണ്ട്, കിച്ചണിൽ എന്തോണ്ട്, പിന്നെ കളക്ഷൻസ്, എൻ്റെ സാരി കളക്ഷൻ, എൻ്റെ ആ കളക്ഷൻ, ഈ കളക്ഷൻ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന വീഡിയോ. അപ്പോൾ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറേ പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ആർക്കറിയണം എന്ന്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആർക്കോ എന്തൊക്കെ അത് കാണാൻ ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണാൻ ആൾക്കാരുണ്ട്. എനിക്കിവരെ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ എല്ലാം കാണും. എനിക്കിവരെ ഭയങ്കര ഇഷ്ടം, ഞാൻ എല്ലാം കാണും. എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം സൗണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ തന്നെ താമസിക്കുന്ന ഒരാളായ സമയത്ത് തുടങ്ങിയ സ്വഭാവമാണിത്. കാരണം എനിക്ക് വീട്ടിൽ കുറേ ആൾക്കാരുള്ള പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര കേൾക്കുന്നത് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് നോയ്സ് പോലാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ അവിടെ എവിടെയെങ്കിലും ഇവർ സംസാരിച്ചോട്ടെ, കാരണം ഇത് വലിയ പ്ലോട്ടൊന്നുമില്ല, ഇവരെന്നെ ഒരു കാര്യം പഠിപ്പിച്ചു തരികയല്ല. അത് അവരെവിടെ നിന്ന് സംസാരിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക്
കേൾക്കാൻ താല്പര്യമാണ്. പിന്നെ അവർ പറയുന്നത് വലിയ അങ്ങനെ കാര്യമൊന്നുമില്ല, വീട്ടിൽ ആരും എടുത്ത് പറയുന്ന പോലത്തെ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പ്രൊമോഷനൊക്കെ വരുമ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ അത്ര പ്രൊമോഷൻ ഞാൻ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും. പുറകെ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ കേൾക്കുന്ന കാര്യമാണ്, ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. അവർ പ്രൊമോട്ട് ചെയ്തോട്ടെ, അവരെനിക്ക് വേണ്ടി ചെയ്യുന്ന കോണ്ടന്റിന്റെ അവർ പ്രൊമോഷൻ ചെയ്യുന്നു, എനിക്കൊരു പ്രശ്നമില്ല, അവർ ചെയ്തോട്ടെ, ഞാൻ മേടിക്കാതിരുന്നാൽ പോരെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവരുടെ എത്തിക്സ് റോങ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര എത്തിക്കലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണത്തില്ല. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എൻ്റെ സിമിലർ ടൈപ്പ് ഓഫ് എത്തിക്സ് ഉള്ള ആൾക്കാരുടെ വീഡിയോ ഞാൻ കാണും. എനിക്കപ്പോൾ എനിക്കതൊരു വലിയ മോശം സ്വഭാവമാണോ എന്ന് തോന്നാറില്ല. നമുക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കാണണ്ട എന്ന് പറയുന്ന ഒരാളാണ് അത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇവൻ ദ പോയിന്റ്. ദ പോയിന്റ് ഇസ് ഇറ്റ്സ് മോർ ലൈക്ക് എ റിയാലിറ്റി ഷോ. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഈ കരിഷ്മയാണെങ്കിലും കരീനയാണെങ്കിലും ഇവരെല്ലാവരും ചെയ്യുന്നത് അവരുടെ ഒരു ചെറിയ റിയാലിറ്റി ഷോ. പ്രൊഡക്ഷൻ പറ്റതൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ പ്രൊഡക്ഷൻ ഉണ്ട് അവിടെ. അവർ ഡിസൈഡ് ചെയ്യും എന്ത് കാണിക്കണം, എത്രയും കാണിക്കണം, എവിടെ കാണിക്കണം, എല്ലാം ഡിസൈഡ്. ഒരു നാരേറ്റീവ് ഉണ്ട്, അത് അവർ കൺട്രോൾ ചെയ്യും. റൈറ്റ്? ഇത് അറിഞ്ഞോണ്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് പറയുന്നതല്ല. ഒബ്വിയസ്ലി വീട്ടിലെ ചില കാര്യങ്ങൾ അവർക്ക് വെളി കാണിക്കാമെന്നായിരിക്കില്ല, അവർ കാണിക്കില്ല. അവർക്ക് കാണിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ കാണിക്കും. ആ ഒരു ലൈനാണ് എൻ്റെ. പക്ഷേ ദ പോയിന്റ് ഇസ്, ഇത് കണ്ട് വി ബിക്കം ഇൻവെസ്റ്റഡ് ഇൻ ദം. ഇൻ ദ സെൻസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ദം, ഇൻവെസ്റ്റഡ് വി നോ. ഇപ്പം ഓക്കെ, നമുക്കറിയാം കരീനയും കരിഷ്മയും സിസ്റ്റേഴ്സാണ്. ഇവർക്ക് അമ്മയും അപ്പനും ഉണ്ട്, രാജുവും മോളി. ഇവർക്ക് വീട്ടിൽ വേറൊരു ചേട്ടനുണ്ട്. ചേട്ടൻ താമസിക്കുന്ന വേറെ, ഭാര്യയുടെ കൂടെ വേറെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ 2 പട്ടിയുണ്ട്. പണ്ടൊരു പൂച്ച ഉണ്ടായിരുന്നു, പൂച്ച ചത്തുപോയി. ഇങ്ങനെ ഫുൾ സംഭവം നമുക്കറിയാം. പെട്ടെന്നൊരു പുതിയ ആൾ വരുവാണെങ്കിൽ നമ്മൾ ഈ വന്ന ആരാ എന്ന് പറയുമ്പോഴത്തേക്ക് കരിഷ്മ പറയും, ഓ ഇതുണ്ടല്ലോ ഇതെന്റെ ചെറിയച്ഛൻ്റെ മോൻ എന്ന് പറയും. കാരണം നമ്മൾ വി ആർ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റഡ് ഇൻ ദെയർ സ്റ്റോറി, റൈറ്റ്? സോ നമ്മൾ വെറുതെ ഒരു ട്യൂട്ടോറിയൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ വെറുതെ ഒരു ഡോക്യുമെന്ററി കാണുന്ന പോലെ അല്ല ഇത് കാണുന്നത്. നമുക്ക് ഇവരുടെ ഇവരെ പറ്റി നമുക്ക് നല്ലതായിട്ട് അറിയാം. ആൻഡ് ദ തിങ് ഇസ്, ഇവരെത്ര ചെറിയ സംഭവം കാണിക്കുന്നതെന്ന് പറഞ്ഞാലും ആ ചെറിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ ബ്രെയിൻ ഇവരെ പറ്റി ചെറിയ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. പാറ്റേൺസ് നമ്മളെ ഇപ്പം ഈ ബിഗ് ബോസ്, ഇപ്പം ലേറ്റസ്റ്റ് സീസൺ ബിഗ് ബോസിൽ ആരൊക്കെയായിരുന്നു? അനുമോളുടെ പേര് എനിക്ക് മനസ്സിൽ, അനീഷ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരേ പരിപാടിയാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ എത്രയോ പേർക്ക് അനുമോളെ വളരെയധികം ഇഷ്ടമാണ്, എത്രയോ പേർക്ക് അനുമോളെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ? ബിക്കോസ് നമ്മുടെ ബ്രെയിൻ നമുക്ക് പണ്ടുള്ള നോളജ് വെച്ചിട്ടും നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടും ഒരു പാറ്റേണിൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ നമുക്കും ഒരേ കാര്യം കാണുന്ന പല ആൾക്കാർക്കും പല രീതിയിൽ ഇവരെ കരിഷ്മ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. ഫോർ എക്സാമ്പിൾ, കരിഷ്മ കരീനയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ട് കരിഷ്മ അത്ര മൈൻഡ് ചെയ്തില്ല, ഫോർ എക്സാമ്പിൾ. അത് കാണുന്ന ഒരാൾക്ക് തോന്നാം അതെന്ത് പരിപാടിയാണ്, വീട്ടിലൊരാൾ വന്നിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. വേറെ ആൾക്ക് തോന്നാം അത് എനിക്കതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, മൈൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്. വേറെ ആൾക്ക് തോന്നാം അല്ല, വന്ന ഫ്രണ്ട് മൈൻഡ് ചെയ്തോ, മൈൻഡ് ചെയ്യാത്ത ആളെ നമ്മൾ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്? ഇത് ഒരേ കാര്യമാണ്, പക്ഷെ ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, വി ബിക്കം ഇമോഷണലി ഇൻവെസ്റ്റഡ്. നൗ ദ തിങ് ഇസ്, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ സോഷ്യൽ മീഡിയയുടെ കുറ്റം. ദാറ്റ് ഇസ് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമ്മൾ അങ്ങനെ, നമ്മൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും, നമ്മൾ ഇൻഫർമേഷൻ എല്ലാം പ്രോസസ്സ് ചെയ്യും, നമുക്ക് നമ്മുടെ മനസ്സിലൊരു സ്റ്റോറി വരും, റൈറ്റ്? ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. അതിനെ പറ്റി വലിയ പ്രത്യേകിച്ച് നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെ പറ്റിയോ അവരുടെ വീട്ടിൽ നടന്ന എന്തെങ്കിലും കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചെയ്ത് നിന്റെ ചേച്ചി ചെയ്ത് ഒട്ടും ശരിയായില്ല, അതെന്ത് സ്വഭാവമാണെന്ന് നമ്മൾ പറയും. ദാറ്റ്സ് ജസ്റ്റ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ബേസിക്കലി we get invested in these content creators lifestyle, and to an extent അറിയാണ്ടോ ഈ content creators are എന്താ പറയുന്നത്, അവർ പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ആണ്. അതായത് അവർ എൻകറേജ് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റഡ് ആവണം, നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മളോട് മിണ്ടുന്നതും. ഇറ്റ്സ് നോട്ട് അങ്ങനെ പറയുന്നത് ഇസ് നോട്ട് റൈറ്റ്. ദാറ്റ് ഞാൻ വീഡിയോ കാണിക്കും നിങ്ങൾ കാണുന്നേ കണ്ടോ എന്ന് പറയുന്നതിലും അങ്ങനെ അവർ പറയാം. ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് പറയാം ഞാൻ ഫോഴ്സ് ചെയ്തോ നിങ്ങളെ കാണാൻ, നിങ്ങളല്ലേ കാണുന്നേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുമ്പം അവർ നമ്മളോട് സംസാരിക്കുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നേ. അപ്പം അവർ ഫോഴ്സ് ചെയ്തില്ല, ശരിയാ, പക്ഷെ നമ്മളോടല്ലേ അവർ പറയുന്നത്, നമ്മളോടല്ലേ വലിയ കാര്യത്തിൽ അവർ അന്ന് വെച്ച പരിപ്പ് കറിക്ക് ഉപ്പ് കുറഞ്ഞു പോയെന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബന്ധം ഉണ്ടാവും, റൈറ്റ്? സോ ബേസിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം അവരെ പറ്റി വരും.
നല്ല അഭിപ്രായമാവാം, ചീത്ത അഭിപ്രായമാവാം, പക്ഷെ എന്തെങ്കിലും ഒരു അഭിപ്രായം വരും. ആൻഡ് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ടു നോട്ട് ഫോം ആൻ ഒപ്പീനിയൻ. വി ഹാവ് ഒപ്പീനിയൻസ് അബൌട്ട് എവറിത്തിങ്. നമുക്ക് എന്തിനെ പറ്റി അഭിപ്രായം ഇല്ലാത്ത, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനെ പറ്റിയും ഒരു അഭിപ്രായമുണ്ട്, റൈറ്റ്? സോ അത് പറഞ്ഞ സ്ഥിതിക്ക് അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം എന്നാണോ? അല്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് എൻ്റെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അതാണ് അഭിപ്രായം. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ ഭാഷയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഭിപ്രായമാണ് പറയുന്നത്, പക്ഷെ പറയുന്ന കേൾക്കുമ്പോൾ അത് എസ്പെഷ്യലി കുറ്റമുണ്ടെങ്കിൽ അത് അഭിപ്രായമായിട്ട് തോന്നത്തില്ല. ഇത് എന്ത് സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്വഭാവം കൊള്ളത്തില്ല. മനസ്സിലായോ? അത് അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ അതിനെ ഒരു പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രോബ്ലി ബി ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് യുവർ ബിഹേവിയർ ഇസ് ദാറ്റ് ഗുഡ് എന്നായിരിക്കും. പക്ഷെ മലയാളത്തിൽ അത് പറയുമ്പോൾ നമ്മൾ അതിങ്ങനെ അഭിപ്രായം എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല എഴുതുക, നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്, റൈറ്റ്? ആ ഒരു സംഭവമുണ്ട്. പക്ഷേ വ്യൂവേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അവര് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഭയങ്കര ലിമിറ്റഡ് ആണ്. ആ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ സ്റ്റോറി ഉണ്ടാക്കും, അതിനെപ്പറ്റി ഒരു കുറ്റവും ഇല്ല. പക്ഷെ ആ ഇൻഫർമേഷൻ ലിമിറ്റഡ് ആണ്, അല്ലേ? നമുക്ക് ഫുൾ പിക്ചർ അറിയത്തില്ല. കരിഷ്മയും കരീനയും ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്കറിയാം, പക്ഷെ അതിന് മുമ്പുള്ള കാര്യമോ നമുക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചാൽ മതി, അല്ലാതെ നമ്മൾ അതുകൊണ്ട് ഇഷ്ടപ്പെടണ്ടെന്നൊന്നും അല്ല. ബട്ട് സ്റ്റിൽ, ആൻഡ് ദ തിങ് ഈസ്, ഈ ക്രിയേറ്റേഴ്സും ഈ നമ്മൾക്ക് അഭിപ്രായം വരുന്നതിനെ അവർ യൂട്ടിലൈസ് ചെയ്യും. ഇൻ ദ സെൻസ്, അവരെന്തെങ്കിലും കഷ്ടത്തിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അവരെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊരു അഭിപ്രായം ഉണ്ടാക്കിപ്പിക്കാൻ അവർ നോക്കും. ഫോർ എക്സാമ്പിൾ, അവർക്കൊരു ഡിവോഴ്സ് ആണ് ആൻഡ് അവരിപ്പോൾ കുറച്ച് കഷ്ടത്തിലാണ് പോകുന്നത്, മാനസികമായോ എങ്ങനെയെങ്കിലും സാമ്പത്തികമായോ എങ്ങനെയെങ്കിലും ഒരു കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് ഇതൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ അതിന് എന്ന് പറഞ്ഞിരിക്കില്ലല്ലോ. നമ്മൾ അയ്യോ സാരില്ല, എല്ലാം ശരിയാവും, ആരെങ്കിലും ഒക്കെ ഓരോ രീതിയിൽ. ചിലർ വന്ന് പറയും അമ്മ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചിലർ പറയും ചേച്ചി ഇതൊക്കെ എന്ത് അവൻ പോകുന്നേ പോട്ടെ. അപ്പോൾ അഭിപ്രായം എന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല, അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അഭിപ്രായം വേണം. പക്ഷേ അഭിപ്രായം എപ്പോഴും നല്ലതായിരിക്കില്ലല്ലോ, ചിലപ്പം മോശം ആയിരിക്കും. മോശമായ അഭിപ്രായങ്ങളും നമ്മൾ പറയും, പക്ഷെ അപ്പം അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നല്ല അഭിപ്രായമാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷം. പൊതുവെ നമ്മൾ നല്ല അഭിപ്രായമാണ് പറയുന്നത്, പക്ഷെ അവർ പറയുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ നമുക്ക് നല്ല അഭിപ്രായം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? അങ്ങനെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വരും. സോ അതിന്റെ ആൻസർ ഇസ്, വി ഹാവ് ടു ലുക്ക് അറ്റ് ഏതൊക്കെ അഭിപ്രായങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എപ്പോഴാണ് അത് അഭിപ്രായം അല്ല വേറെന്ത് ഹെയ്റ്റോ ഹറാസ്മെന്റോ ഒക്കെ എപ്പോഴാവുന്നത് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ്, ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ടും എൻ്റെ ഉള്ളിലെ ടീച്ചർ പുറത്തു വരുന്നത് കൊണ്ടും ജസ്റ്റ് ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പക്ഷെ ദിസ് ഇസ് ഒരു പുതിയ സംഭവമല്ല. ദിസ് ഇസ് ആക്ച്വലി കോൾഡ് എ പാരസോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് has എക്സിസ്റ്റഡ് ഫോർ എവർ. അതായത് എപ്പോഴൊക്കെ ഫേമസ് ആയ ആൾക്കാരുണ്ടോ അവരോട് നമുക്ക് വൺ സൈഡഡ് ആയിട്ട് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തോന്നുക. അവർക്ക് നമ്മളെ പറ്റി വലിയ ധാരണ പോലും ഇല്ല, പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പാരസോഷ്യൽ റിലേഷൻഷിപ്പ്. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ കണ്ട ഒരാളാണെങ്കിൽ അതിൽ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടറിനും പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനോട് തോന്നുന്നത് ഒരു ടൈപ്പ് പാരസോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ഇപ്പം ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ, ഒരു യങ് ചോക്ലേറ്റ് ഹീറോ, പുള്ളി അങ്ങനെ അഭിനയിക്കുന്ന ഒരാള്, പുള്ളി കല്യാണം കഴിക്കുമ്പോൾ സാധാരണ പെണ്ണുങ്ങൾക്ക് അയ്യോ എന്നൊരു വിഷമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളരെ എക്സ്ട്രീമായ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ, എക്സാമ്പിൾ വേണമെങ്കിൽ, ഒരാള് മരിച്ചു പോകുമ്പോൾ, വയസ്സായി മരിച്ചു പോകുമ്പോൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുക, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പാരസോഷ്യൽ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. ആൻഡ് ഇറ്റ് ഹാസ് എക്സിസ്റ്റഡ് ഫോർ എവർ. പക്ഷേ വ്യത്യാസം ഇസ്, ഈ ബാക്കിയുള്ള ആൾക്കാര് പണ്ട് ഇപ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഈ ബാക്കിയുള്ള സിനിമാ നടനോ നടിയോ പാട്ടുകാരോ ഇവരൊന്നും എപ്പോഴും നമ്മളോട് വന്ന് സംസാരിക്കാറില്ലല്ലോ. നമ്മൾ ആകെ അവരെ പറ്റി പേഴ്സണലി അവരെ പറ്റി അറിയുന്നത് ഒന്നെങ്കിൽ നാന അല്ലെങ്കിൽ വനിത അങ്ങനെയുള്ള മാഗസിൻസിൽ എന്തെങ്കിലും റൈറ്റപ്പ് വരുമ്പോൾ, ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഇന്റർവ്യൂസ് വരുമ്പോൾ. പക്ഷെ ഇപ്പോ നമുക്ക് ഈ
ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ ഡയറക്റ്റ്ലി നമ്മളെ നോക്കി, അവർ ഡയറക്റ്റ്ലി ക്യാമറയെ നോക്കി, പക്ഷെ നമുക്ക് തോന്നുന്നു നമ്മളെ നോക്കി സംസാരിക്കുക, നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യും, നമ്മൾ കോമന്റ് ഇടുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യും. സോ ഒന്ന് നാച്ചുറലി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഓൾറെഡി ഒരു ഫീച്ചർ ഓഫ് സൈക്കോളജി ഉണ്ട് കോൾ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ്. അതിൻ്റെ ഒരു ഏത് എക്സ്ട്രീമിലേക്ക് അത് പോകാം വെൻ വി ഹാവ് ദിസ് ഡിറക്റ്റ് ആക്സസ്. ലൈക്ക് അവരുടെ വീടും അവരുടെ വീട്ടുകാരും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്കറിയാം, നമ്മളെ ഒക്കെ പരിചയപ്പെടുത്തും, നമ്മളോട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ക്യാൻ ഗെറ്റ് റിയലി ബാഡ് ഇഫ് ഇറ്റ് വാണ്ട്സ്. ദാറ്റ് ഈസ് പോസിബിൾ. സോ ഐ ജസ്റ്റ് ടോൾഡ്, അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ എപ്പോഴും എത്രയും കൂടുതൽ നമ്മൾ ഒരു സാധനമായിട്ട് ഫെമിലിയർ ആണ്, എത്ര എക്സ്പോസ്ഡ് ആണ്, അപ്പം ഫെമിലിയാരിറ്റി വരുമല്ലോ. ഫെമിലിയാരിറ്റി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇറ്റ് ബിക്കംസ് നമ്മൾ അവരെ പറ്റി നമ്മുടെ മനസ്സിൽ അവരൊരു ക്യാരക്ടറാണ്. ഒരു ഡേ ടു ഡേ നമ്മൾ കാണുന്ന, നമുക്ക് ആരെയോ അറിയാവുന്ന ഒരാളെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യണം, അവരങ്ങനെയൊക്കെ പറയണം, അല്ലെ അവർ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്നല്ല, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ 10 വർഷമായിട്ട് കരിഷ്മേനെയും കരീനയും കാണുന്ന, ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ എന്ത് മാറ്റം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ തുടക്കത്തിൽ, റൈറ്റ്? സോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ആൻഡ് നമ്മളെ കുറ്റം പറയാനും പറ്റത്തില്ല, കാരണം അപ്പുറത്തെ സൈഡിരിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയതും ഈ ഫെമിലിയാരിറ്റിയാണ്, റൈറ്റ്? സോ അവർ മെനിപ്പുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു ഇമോഷണൽ ബോണ്ട് അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, സോ ഫാർ ആസ് നോബഡി ഗെറ്റ്സ് offended, and that is true. Now the difference is നമുക്ക് അഭിപ്രായങ്ങൾ വരുമ്പോൾ നല്ല അഭിപ്രായം മാത്രമല്ല വരുന്നത്. ചില സമയത്ത് നമുക്ക് അവർ ചെയ്യുന്ന ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തോന്നും, റൈറ്റ്? നമുക്ക് നമ്മൾ ഒരാളെ പറ്റി കെയർ ചെയ്യുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ മാത്രമല്ല വരുന്നത്. അതിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയുടെ കാര്യത്തിൽ അങ്ങോട്ടാണെങ്കിലും തിരിച്ചിങ്ങോട്ടാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് ആയിട്ടൊരു ഫീലിംഗ് അവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് നന്നായിട്ട് എടുക്കാൻ തോന്നത്തില്ല. ഇൻ സെൻസ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്, അവരോട് എപ്പോഴും സ്നേഹം, അങ്ങനെയില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലക്സ് ഇമോഷനാണ്. എസ്പെഷ്യലി വയസ്സാവുമ്പം അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നില്ല, അവർ അടങ്ങിയിരിക്കുന്നില്ല, ഹെൽത്തിനെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം അതും ഒരു ദേഷ്യമാണ്. ഇവരെന്താ ചെയ്യാത്ത, ഇവരെന്താ പോവാത്ത. അവർക്കും പണ്ടിപ്പോൾ ഫോർ എക്സാമ്പിൾ അവരാണ് വീട് നോക്കിക്കൊണ്ടിരുന്നത്, അവർ വയസ്സാവുമ്പം അവർ പണ്ട് പറയുന്ന അത്രയും ഇന്ന് കുട്ടികൾ കേൾക്കുന്നില്ല, അപ്പോൾ അവർക്കും ബുദ്ധിമുട്ട്. സോ ആകെപ്പാടെ കെയറിങ് ഒരു കോംപ്ലക്സ് ഇമോഷനാണ്. ആൻഡ് somehow because of social media these people are also like someone we are very familiar with, right? So that being said, we have to talk about which abhiprayam is fair. എല്ലാ ഒപ്പീനിയനും ഫെയർ അല്ല. എല്ലാ ഒപ്പീനിയനും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ഒപ്പീനിയൻ പറഞ്ഞാലും അത് ബൈ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് അവർ തന്ന ഇൻഫർമേഷൻ ട്രൂ, പക്ഷെ അതല്ല ഫുൾ ഇൻഫർമേഷൻ. നമുക്ക് അറിയാവുന്ന ചെറിയ ഒരു പിക്ചർ, നമുക്ക് കിട്ടിയ പിക്ചറിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ അഭിപ്രായമാണ്. സോ 4 വേർഡ്സ് ഞാൻ പറയാം. ഒന്ന് ഇസ് അഭിപ്രായം, വിച്ച് ഇസ് ഒപ്പീനിയൻ. സെക്കൻഡ് വേർഡ് ഇസ് ക്രിറ്റിസിസം. തേർഡ് വേർഡ് ഇസ് ഹെയ്റ്റ്. ഫോർത്ത് വേർഡ് ഇസ് ഹരാസ്മെന്റ്. 4 അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നമ്മുടെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്ത സംഭവമാണ്. അതായത് അവർ ചെയ്തത് മോശമായിപ്പോയി, വളരെ വളരെ മോശം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ നമ്മൾ എഴുതുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ അഭിപ്രായമാണ്, എന്നാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, റൈറ്റ്? സോ നമുക്കും അറിയാം മൊത്തം സത്യം നമുക്ക് അറിയത്തില്ലെന്ന്, പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ സൗണ്ട്സ് ലൈക്ക് നമുക്ക് അതെല്ലാം അറിയാം എന്ന്. സോ ദാറ്റ് ഇസ് അഭിപ്രായം. സെക്കൻഡ് ലെവൽ ഇസ് ക്രിറ്റിസിസം. നമുക്ക് തോന്നിയ കാര്യം പറയുന്നതല്ലാതെ നമ്മൾ ആ പറഞ്ഞ ആളുടെ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇൻ ദ സെൻസ് ആകെ മാറിപ്പോയി, കരിഷ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഇപ്പൊ എന്ത് അഹങ്കാരവാ, പണ്ട് ഇതൊന്നും ആയിരുന്നില്ല, പണ്ട് എന്ത് മറ്റേ അടക്കോ ഒതുക്കവും വിനയോ ഉള്ള കുട്ടിയായിരുന്നു, ഇപ്പൊ 4 പൈസ കൈ വന്നപ്പോ ഇങ്ങനത്തെ ഈ ഒരു സംസാരം. വി ആർ ഇവാലുവേറ്റിംഗ് ദയർ ബിഹേവിയർ ആൻഡ് വി ആർ ക്രിട്ടിസൈസിങ്. ഇത് നല്ലതല്ല, നിനക്ക് നല്ലതല്ല, സ്നേഹം കൊണ്ട് പറയുക, കുറച്ച് നിലത്തിറങ്ങ്. ഇതൊക്കെയാണ് ക്രിറ്റിസിസം. ക്രിറ്റിസിസം ഹാർഷ് ആവാം, ക്രിറ്റിസിസം അൺഫെയർ ആവാം, നമുക്ക് എന്താ പറയാ, നമുക്ക് വലിയ വിവരമൊന്നും ഇല്ല എന്താ സംഭവിക്കുന്നതെന്ന്, പക്ഷെ നമ്മൾ കണ്ട എന്തോ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ക്രിറ്റിസിസം. ഇത് രണ്ടും, അതായത് ഒപ്പീനിയനും ക്രിറ്റിസിസവും രണ്ടും ഹേറ്റ് അല്ല, ടെക്നിക്കലി ഹേറ്റ് അല്ല. ഇൻ ദ സെൻസ് ഹേറ്റിൽ കുറെ കൂടെ ഇമോഷണൽ
ചാർജ് ആവും നമ്മൾ, റൈറ്റ്? ഹേറ്റ് വരുമ്പോൾ നമ്മൾ അവരെ പറ്റിയാ പറയുന്നത്. ഇൻ ദ സെൻസ് നിങ്ങൾ ചെയ്തത് വളരെ മോശം, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ പറയും നിങ്ങൾ വളരെ മോശമായ ഒരു സ്ത്രീയാണ്, നിങ്ങൾ ഇത്ര ഇത്ര വൃത്തികെട്ട ഒരു ആളാണ് എന്ന് പറയുമ്പം ആ ഒരു ഹേറ്റ് വരും. നമുക്ക് കുറച്ചുകൂടി ഇമോഷണലി ചാർജ് ആകുമ്പോൾ അത് ഹേറ്റ് ആവും. കറക്റ്റ്. നമ്മളൊരു മാതിരി കണ്ടം ചെയ്യാണ് അവരെ. ഓ എന്ത് വർത്തമാനാണ്, എന്താളാണ്. വർത്തമാനം ഐ തിങ്ക് അഗൈൻ ഗോസ് ടു ദി അതർ കാറ്റഗറി. നമ്മൾ ആളെ പറ്റി പറയാണ് ഇമോഷണലി ചാർജ് ആയിട്ട്. ദാറ്റ് ഇസ് ഹേറ്റ്. ദെൻ ഗോസ് ടു ദ ലാസ്റ്റ് എക്സ്റ്റെന്റ്. ഹേറ്റും ഹറാസ്മെന്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഇസ് ഹറാസ്മെന്റ്. ഹറാസ്മെന്റ് ഇസ് നമ്മൾ കുറെ ഫാക്ട്സ് പറയുക, നെഗറ്റീവായ നിങ്ങൾ, അതല്ല ഹറാസ്മെന്റ്. ഹറാസ്മെന്റ് ഇസ് അത് വേറൊരു ലെവൽ. അത് നമുക്ക് ഹേറ്റ് കുറച്ചെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും, ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും ഹറാസ്മെന്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യാണ്, പേഴ്സിസ്റ്റന്റ്ലി ഒരാളെ ടാർഗറ്റ് ചെയ്യാണ്. അവരെ ഒന്നെങ്കിൽ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യാൻ, അവരെ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ നാണം കെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവരുത് അങ്ങനെ വിചാരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ റിപ്പീറ്റഡ്ലി മെസ്സേജസ് അയക്കുന്നു, തെറി എഴുതിയ മെസ്സേജസ് അയക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൂമർ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്യുന്നു. അതൊക്കെ ഹറാസ്മെന്റ് ആവും, റൈറ്റ്? സോ നൗ ദ പ്രശ്നം ഇസ്, ഹൗ ഡു വി നോ നമ്മൾ ഈ പറയുന്ന കാര്യം ഹെയ്റ്റ് ആണോ, ഒപ്പീനിയൻ ആണോ, ക്രിറ്റിസിസം ആണോ, ഹറാസ്മെന്റ് ആണോ, റൈറ്റ്? ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാവും, റൈറ്റ്? ചില സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ്, വേറൊരു വ്യൂവർ പറഞ്ഞ ഒരു കാര്യം അത് ഹറാസ്മെന്റ് ആണ്. നമ്മൾ എല്ലാവരും പോയി കരിഷ്മയുടെ വീണ്ടും മുമ്പിൽ സമരം ചെയ്യണം, കരിഷ്മേനെ നമ്മൾ മറ്റേ തലപൊക്കി നടക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത് ഹറാസ്മെന്റ് ആണ്. ആ ഹറാസ്മെന്റിനെ ചിലർ പറയും അത് അയാളുടെ അഭിപ്രായമല്ലേ, അല്ലെങ്കിൽ അയാൾ വെറുതെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തതല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ സോ നമ്മൾ മാറിപ്പോവും കാറ്റഗറി. പിന്നെ ചിലര് വെറും അഭിപ്രായമാണ്, വളരെ മോശമായിപ്പോയി, ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ല എന്ന് പറയുന്ന അഭിപ്രായം ഹെയ്റ്റ് ആക്കി എഴുതും. അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ എന്ന് പറഞ്ഞൊരു സംഭവം. സോ ബേസിക്കലി നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് എനിബഡി. വ്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. കറക്റ്റ്? എല്ലാ നെഗറ്റീവായ ഒപ്പീനിയൻസും ഒരു അറ്റാക്ക് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ്? സോ നമ്മൾ നമ്മൾ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്, നിങ്ങളെ പറ്റുന്നില്ല എന്ന് എഴുതിയിട്ട് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതൊരു അറ്റാക്ക് ആണോ? അല്ല. പക്ഷേ ഇമാജിൻ അവർ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ള 1000 കണക്കിന് ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരെല്ലാവരും അവരുടെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും ഒറ്റയടിക്ക് അവരുടെ അഭിപ്രായം പറയുമ്പോൾ യു ഹാവ് ടു തിങ്ക് മറ്റേ ആൾക്ക് എന്താ തോന്നുന്നത്, ആ കോണ്ടന്റ് ക്രിയേറ്ററിന് എന്താ തോന്നുന്നേ എന്ന്. ആ കോണ്ടന്റ് ക്രിയേറ്ററിന് ജസ്റ്റ് ബിക്കോസ് ഇതൊരു വലിയ സ്കെയിലിൽ നടക്കുക, ഒരു ദിവസം അവർ എണ്ണിക്കുമ്പം 5000 പേര് അവരുടെ അഭിപ്രായം പറയുന്നു, നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവർ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പം അവർക്കത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം, റൈറ്റ്? ദാറ്റ് ബീങ് സെഡ്, ഈ സ്കെയിൽ അല്ലെ ഈ വോളിയം അബ്യൂസും ഇസ് നോട്ട് ദ സെയിം തിങ്. ഒത്തിരി വോളിയം എന്ന് വെച്ചാൽ അത് അബ്യൂസ് ആവത്തില്ല, പക്ഷെ അവർക്ക് വളരെ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം, റൈറ്റ്? സോ നമ്മൾ ആസ് വ്യൂവേഴ്സ് ആൻഡ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുമ്പോൾ ഐ തിങ്ക് എല്ലാവരും ഷുഡ് നീഡ് ടു ഐഡന്റിഫൈ വളരെ ക്ലിയർലി വാട്ട് ഈസ് ക്രിറ്റിസിസം, വാട്ട് ഈസ് ഒപ്പീനിയൻ, വാട്ട് ഈസ് ഹേറ്റ് ആൻഡ് വാട്ട് ഈസ് ഹറാസ്മെന്റ്. നമ്മൾ ആസ് വ്യൂവേഴ്സും നമ്മൾ ആരെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ മില്യൺസ് ഓഫ് ഫോളോവേഴ്സും ഉള്ള ആൾക്കാർക്ക് ഒരു 100K ആൾക്കാർ വന്നിങ്ങനെ പറയുമ്പം അവർക്ക് വളരെ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും, കറക്റ്റ്? പക്ഷെ ഇറ്റ് ഈസ് എ വെരി ട്രിക്കി സിറ്റുവേഷൻ, ബിക്കോസ് നമുക്ക് ഈ കാറ്റഗറി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എല്ലാ പ്രാവശ്യവും ആരെങ്കിലും എന്തെങ്കിലും ഡിസഗ്രിമെന്റ് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം പറയുമ്പോഴോ അത് ഹെയ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ദ സാഡ് തിങ് ഇസ് അവരുടെ കാര്യത്തിൽ അത് ബാഡാണ്. കാരണം നാളെ അവര് അങ്ങനത്തെ ഒരു പേരുണ്ട് കരിഷ്മയ്ക്കെങ്കിൽ നാളെ ആരെങ്കിലും ജെന്യുവൻലി അബ്യൂസ് ചെയ്യുമ്പോഴും ആൾക്കാർ വിചാരിക്കും ഇല്ല എന്ത് പറഞ്ഞാലും കരിഷ്മ പിടിച്ച കിട്ടൂല, സോ സാരമില്ല വേണ്ട എന്ന് പറയാം, റൈറ്റ്? സോ പീപ്പിൾക്ക് ഒപ്പീനിയൻസ്, ആൾക്കാർക്ക് ഒപ്പീനിയൻ ഉണ്ടാവുന്നു ഉറപ്പാണ്, അതിനെപ്പറ്റി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ എപ്പോഴാണ് അത് ലൈൻ ക്രോസ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ധാരണ വേണം. ആസ് എ സൊസൈറ്റി വി നീഡ് ടു ഹാവ് ഒരു ധാരണ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ പറയുന്ന നമ്മുടെ സെയിം ഫീലിംഗ് ആണ് വേറെ ആൾക്ക്, പക്ഷെ അവരത് ഹറാസ്മെന്റിന്റെ രീതിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമ്മുടെ എത്തിക്സിന് നല്ലത്. നൗ വേറൊരു പ്രശ്നം ഞാൻ പറയട്ടെ. ആ പ്രശ്നം മീൻസ് കുറെ വ്യൂവേഴ്സിന്റെ വിചാരം, എസ്പെഷ്യലി നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
നമ്മൾ വിചാരിക്കും നമ്മളൊരു വി പ്ലേഡ് എ റോൾ ഇൻ ഇയാളുടെ സക്സസ്, റൈറ്റ്? ആൻഡ് നമ്മൾ ഇത്രയും പേര് അവരുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മറ്റേ അവരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നതുകൊണ്ടും ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഷെയർ ചെയ്യുന്നതുകൊണ്ടുമാണ് അവർ സക്സസ്ഫുൾ ആയത്. അപ്പം ഒരു എക്സ്ട്രീമിൽ പോകുമ്പോൾ നമുക്ക് പറയാം നമ്മൾ കാരണമാണ് നീ ഫേമസ്. ഇല്ല, നിന്നെ ആരറിയും? നിന്നെ അവിടെ എത്തിച്ചെന്ന് നീ മറക്കരുത് എന്നൊക്കെ നമ്മൾ പറയും, റൈറ്റ്? ഈ സ്റ്റേറ്റ്മെന്റും ഈ പറയുന്ന രീതിയും ഒക്കെ ഫെയർ ആണല്ലോ അല്ലെങ്കിലും ഇതൊരു ഫാക്റ്റ് ആണ്. ആൾക്കാരെല്ലാവരും ഫോളോ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഒരാളല്ല, എല്ലാവരും ഫോളോ ചെയ്തില്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആ ഒരു നിലയിൽ എത്തത്തില്ല. പക്ഷെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്തോ പറയും, അതിന്റെ ഓപ്പോസിറ്റ് പറയും. അവരെന്തോ പറയും, ഞാൻ ഫോഴ്സ് ചെയ്തോ നിങ്ങളെ എൻ്റെ വീഡിയോ കാണാൻ? ആരെങ്കിലും ഞാൻ ഫോഴ്സ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ? ഞാൻ പറഞ്ഞു കാണും, പക്ഷെ നിങ്ങളുടെ ചോയ്സ് ആണ്, വോളണ്ടറി ആണ്, നിങ്ങൾ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. ആരെങ്കിലും പറഞ്ഞു പോകണ്ടെന്ന്, റൈറ്റ്? എനിക്ക് താല്പര്യമില്ലാത്ത ഒരു എക്സ്പ്ലനേഷനും തരത്തില്ല, ഒരു ആക്സസും തരത്തില്ല, റൈറ്റ്? എൻ്റെ ജീവിതത്തെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ട, നിങ്ങൾ സംസാരിക്കാൻ വേണ്ട, നിങ്ങൾ ആരാണ് എന്നും പറയാം. നൗ ദ തിങ് ഈസ്, രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും ചില കാര്യങ്ങൾ ശരിയാണ് രണ്ട് സൈഡിൽ നിന്നും. വ്യൂവേഴ്സ് ഡോണ്ട് ഓൺ ദ ക്രിയേറ്റേഴ്സ് ബിക്കോസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ അവര് നമ്മുടെ പ്രോപ്പർട്ടി അല്ല, ഫസ്റ്റ് തിങ്. അത് മറ്റേ രീതിയും കറക്റ്റാണ്. ക്രിയേറ്റേഴ്സ് അവര് നമ്മൾ പറയുന്ന പോലെ അല്ലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നമുക്കൊന്നും തരണമെന്നൊന്നുമില്ല. കാരണം അവരുടെ ലൈഫ്, അവരുടെ പ്രൈവസി ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഡിയൻസ് ഇറെലവൻറ്റ് ആൾക്കാരല്ല, കറക്റ്റ്? ഈ നമ്മുടെ അറ്റൻഷൻ കൊണ്ടാണ്, അറ്റൻഷൻ ഒരു നല്ല കാര്യം, ഒരു കോംപ്ലിമെന്റ്. അറ്റൻഷൻ ഒരു എക്സ്ട്രാ അങ്ങനല്ല, ഈ അറ്റൻഷൻ ആണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദെയർ ബിസിനസ്. എവറി ടൈം വി ക്ലിക്ക്, എവറി ടൈം വി വ്യൂ, എവറി ടൈം വി സ്പെൻഡ് കുറച്ച് മിനിറ്റ്സ്, എല്ലാം ആഡ്സ് ഓൺ ടു ദെയർ ബെനിഫിറ്റ്. സോ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എങ്ങനെയൊക്കെ ഷുഗർ കോട്ട് ചെയ്താലും ഇത് വെറും ഒരു ട്രാൻസാക്ഷനാണ്. വെറും എന്ന് പറയാൻ വെച്ചാൽ റൂഡായിരിക്കും. ഇതൊരു ട്രാൻസാക്ഷൻ, ഇത് ഫണ്ടമെന്റലി ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇൻ ദ സെൻസ്, നമ്മൾ എന്താ അങ്ങോട്ട് കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ സമയം കൊടുക്കുന്നുണ്ട്, നമ്മുടെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, ആൻഡ് സംടൈംസ് മണി കൊടുക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ അവര് പ്രൊമോഷൻ രീതിയിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായ ഒരു പ്രൊഡക്റ്റ് ഇറക്കുവാണെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യം നമ്മൾ മണിയും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അവര് നമുക്ക് എന്താ തരുന്നത്? അവര് നമുക്ക് കോണ്ടന്റ് തരുന്നുണ്ട്. നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും, പക്ഷെ അവർ നമുക്ക് കോണ്ടന്റ് തരുന്നുണ്ട്. സോ ബേസിക്കലി ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഓരോ കാര്യങ്ങൾ ഇതിൽ വരത്തില്ല. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. പക്ഷേ ദ ഡിഫറൻസ് ഇസ്, ഈ ട്രാൻസാക്ഷനെ നമ്മൾ ഒരു നല്ലൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. എന്ത് ഗിഫ്റ്റ് റാപ്പ്? ഒന്നെങ്കിൽ ഫാമിലി ആയിട്ട്, ഇൻ ദ സെൻസ് നമ്മളൊരു കുടുംബമാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഇല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ആണ്, റൈറ്റ്? സോ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്തോ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് പോലെ അങ്ങ് ആക്കും, റൈറ്റ്? പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും, അവര് നമ്മളോട് എല്ലാ വീഡിയോയിലും പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ ഒരു ചേച്ചി പോലാണെന്ന് പറഞ്ഞാലും നമ്മുടെ ചേച്ചി ആവുമോ? ഇല്ല. ഇതൊരു ട്രാൻസാക്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്, ഒപ്പീനിയൻസ്, ക്രിറ്റിസിസം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ ഇതും നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏതൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും, നമ്മളും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വെറും ഒരു ട്രാൻസാക്ഷൻ ആണ്, കറക്റ്റ്? എന്ന സെൻസ് ആ ട്രാൻസാക്ഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് കോണ്ടന്റ് ആണ്, അല്ലാതെ അവരുടെ ഒന്നും നമുക്ക് കിട്ടേണ്ട കാര്യമില്ല, കറക്റ്റ്? സോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അവരെ ഓൺ ചെയ്യുന്നില്ല, റൈറ്റ്? ആൻഡ് ഇതിന്റെ നേരെ തിരിച്ച കാര്യം പറയുമ്പം, ക്രിയേറ്റേഴ്സ് നമ്മളവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, നമ്മളവരെ പോസിറ്റീവ്ലി എൻകറേജ് ചെയ്യുമ്പം അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഓഡിയൻസ് ഇസ് ഗ്രേറ്റ്, അല്ലെ വ്യൂവേഴ്സ് ആർ ഗ്രേറ്റ്, ഫാമിലിയാണ്. പക്ഷെ ദ മൊമെന്റ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എന്താ? ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ്, റൈറ്റ്? സോ ഇത് ട്രാൻസാക്ഷൻ ആയ സ്ഥിതിക്ക് ആകെ ഇവിടെ രണ്ട് പാർട്ടിക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ഒന്ന്, ഓണസ്റ്റ് ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാതിരിക്കുക. രണ്ടാമത്, റെസ്പെക്ട് ചെയ്യുക. ക്രിയേറ്റേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ വ്യൂവേഴ്സ്, ദാറ്റ് അവര് കാരണമാണ് ഇന്ന് ഇവർ നിൽക്കുന്നത്. അപ്പോൾ യു ഹാവ് ടു റെസ്പെക്ട് ദ പേഴ്സണൽ ബൗണ്ടറീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും viewers should also respect the personal boundary of the other person and understanding basically ഇതൊരു ട്രാൻസാക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം, കറക്റ്റ്? പക്ഷെ അത് പറഞ്ഞ സ്ഥിതിക്ക് മേ ബി ഇറ്റ് ക്യാൻ സൗണ്ട് ലൈക്ക് ഞാനൊരു കുറച്ചുകൂടെ വ്യൂവറിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചതെന്ന്. ദാറ്റ് ഈസ് ട്രൂ, ബിക്കോസ് ഞാൻ പ്രൈമറിലി ഒരു വ്യൂവർ ആണല്ലോ. പക്ഷെ നമ്മൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് മെന്റ് ടു പെർസീവ്
ഇത്രയും പേര് ഒപ്പീനിയൻസ് പറയുന്നത്, ഒപ്പീനിയൻസ് ആയിരിക്കും, പക്ഷെ എന്നാലും ഇത്രയും പേര് ഒപ്പീനിയൻസ് പറയുന്നത് ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇത്രയും ഒപ്പീനിയൻസ് കേൾക്കുമ്പോൾ വളരെ ഓവർവെൽമിങ് ആയിരിക്കും ഇമോഷണലി, റൈറ്റ്? നമ്മളെ പറ്റി, നമ്മുടെ വീട്ടുകാരെ പറ്റി, നമ്മുടെ ക്യാരക്ടറിനെ പറ്റി, യുനോ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ഹേറ്റ് കുത്തിക്കയറ്റും, കുറേ പേര് റൂമേഴ്സ് ഇറക്കും, കുറേ പേര്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കത്തില്ലേ ഇത് ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ് കോണ്ടന്റ്, ഐ എം ജസ്റ്റ് ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ സിനിമ ഉണ്ടാക്കുന്ന, ഒരു സീരിയൽ ഉണ്ടാക്കുന്ന പോലെ ഞാനൊരു വീട്ടിലൊരു കാര്യം ഷൂട്ട് ചെയ്ത് നടക്കുന്നത് ഇവരെല്ലാവരും എന്തിനാ, എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്ന് വരെ തോന്നാം, റൈറ്റ്? പക്ഷെ ദ തിങ് ഈസ്, ഈ ക്രിയേറ്റേഴ്സിന് തന്നെ ഐ ഫീൽ, ഈ ക്രിയേറ്റേഴ്സിന് തന്നെ they would need stronger boundaries, because most of the times what happens is, I feel ഇവര് തന്നെയാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവര് പറഞ്ഞില്ലേ അപ്പൊ നമുക്കൂടെ പറയാലോ എന്ന്. അപ്പോൾ അവരാണ് അവരുടെ ബൗണ്ടറീസ് ആദ്യം യൂഷ്വലി പുഷ് ചെയ്യുന്നത്. അവരുടെ ബൗണ്ടറീസ് അവർ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരും പുഷ് ചെയ്യും. സോ ആകെപ്പാടെ ഐ എം നോട്ട് സെയിങ് ആൾക്കാർ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ആ ഒരു ക്യുമുലേറ്റീവ് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. സോ the only solution for that problem is you need to have strong boundaries. You need to have very strong boundaries as a creator, that ഞാൻ as a creator ഞാൻ ഇതിനെപ്പറ്റി ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കില്ല, ഇത് അതിൻ്റെ സ്ഥലമല്ല, ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ, എൻ്റെ വീട്ടിലെ ആണെങ്കിലും എവിടത്തെ ആണെങ്കിലും ഞാൻ പ്രശ്നങ്ങൾ കൊണ്ടുവരില്ല. കറക്റ്റ്? സോ എപ്പോഴാണ് ഒരാളുടെ അവർ പ്രൈവറ്റ് ലൈഫിൽ എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നു, അത് എപ്പോഴാണ്, when does it become a problem? Like when does it become invasion into their privacy? അവര് ഫോർ എക്സാമ്പിൾ ക്രിയേറ്റർ എന്തോ കരിഷ്മയും കരീനയും എന്തോ ഒരു വ്ളോഗ് ഇട്ടു, റൈറ്റ്? അവര് ആൾക്കാർ വാച്ച് ചെയ്തു, മോണിറ്റൈസേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ആൻഡ് ആൾക്കാർ ആർ ജസ്റ്റ് റിയാക്ടിങ്. ഇപ്പം ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമ്മൾ കമന്ററി ചാനൽസിനെ പറ്റി പറയും, അവരും റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ചിലർ പറയും പബ്ലിക് ഓഡിറ്റ്, അവരത് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കൂടി പോകുമ്പം ക്രിയേറ്റേഴ്സ് വിൽ ഗെറ്റ് റിയലി ഓവർവെൽഡ്. അവർ പറയും ഇവരാരാണ്, ഇവർക്ക് വരെ പണിയൊന്നുമില്ല, ഇവര് എന്താ, ഇവർക്ക് മനുഷ്യത്വം ഉണ്ടോ, ഇവർക്ക് വേറെ നല്ല പണിയൊന്നുമില്ല, ഇവർക്ക് സ്വന്തമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് ആക്ച്വലി വളരെ ബിലോ ദ ബെൽറ്റ് ആണെന്ന് തോന്നും. കാരണം അവരുടെ കോണ്ടന്റിന്റെ ടെക്നീക്കാണ് ഇത് ഏത് ഈ വേറെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പബ്ലിക്കലി നടക്കുന്ന കാര്യങ്ങളെ പറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യാണ് അവരുടെ. സോ അത് എസ്പെഷ്യലി അതേ മീഡിയയിൽ, അതായത് യൂട്യൂബിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിൽ അത് മനസ്സിലാക്കേണ്ടത് ഒരു ബേസിക്. ഒബ്വിയസ്ലി നമുക്ക് നല്ല ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ കേൾക്കാൻ സുഖം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ തിരിച്ചു ചെയ്യുന്നത് അതാണ്, ഇവർക്ക് എന്ത് പണിയാണെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി ഇതിൽ പലവരും വളരെ വൃത്തികെട്ട ഭാഷയും വളരെ വൃത്തികെട്ട രീതിയിലുമാണ് ചെയ്യുന്നത്. ക്ലിക്ക് ബേറ്റ്സ്, തംബ്നെയിൽസ്, നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് ഇത് വളരെ എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല, വൃത്തികെട്ട രീതിയിലാണ് പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് മൊത്തത്തിൽ നമുക്ക് എന്താ പറയാ അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ, റൈറ്റ്? സോ അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയണം. ചിലരുണ്ട് കുറച്ച് സി ഐ ഡി പണി ചെയ്യുന്നവരുണ്ട്. കുറച്ച് പ്രൈവറ്റ് ആയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ലൈക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കാം, ഇവർക്ക് അറിയാവുന്നവരെ കുറച്ച് അതൊരു ചെറിയ മോശം കാര്യമാണ്. ഇവർ പറഞ്ഞത് പറഞ്ഞു, ഇട്ടത് ഇട്ടു, അത് വെച്ച് നമുക്ക് എന്ത് കാണിച്ചാലും ഒരു പരിധി വരെ ഓക്കെ. പക്ഷെ അവർ വോളണ്ടറിലി ഷെയർ ചെയ്തതല്ലാതെ പബ്ലിക്ലി ഇല്ലാത്ത ഇൻഫർമേഷനെ പറ്റി കണ്ടുപിടിച്ച് സംസാരിക്കുന്നത് വളരെ മോശം കാര്യമാണ്. ആൻഡ് ഐ ഹോപ്പ് ദെയർ ആർ ലൈക്ക് ക്ലിയർ ലീഗൽ റെഗുലേഷൻസ് അബൌട്ട് ഓൾ ഓഫ് ദീസ് തിങ്സ്. ബിക്കോസ് ഇതെല്ലാം കുറച്ച് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ബുദ്ധിമുട്ട് ക്രിയേറ്റേഴ്സിനും സാധാരണ വ്യൂവേഴ്സിനും എല്ലാത്തിനും. നൗ അനദർ തിങ് ഈസ്, അത് ഭയങ്കര ബേസിക് ആയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലും അസേർട്ട് ചെയ്യുന്നതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കരിഷ്മയുടെ ഭർത്താവും കരിഷ്മയും തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ എത്തിക്സ് അനുസരിച്ചിരിക്കും അതിനെപ്പറ്റി പറയണോ വേണ്ടയോ എന്ന്. പക്ഷെ അതിനെപ്പറ്റി പറയുന്നതിന് ഒരു രീതിയുണ്ട്. ഇത് തീർന്ന് 2 മാസത്തെ ഡിവോഴ്സ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അനോണിമിറ്റിയാണ് പ്രശ്നം. നമുക്ക് ഫേസ് ഇല്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാമെന്നൊരു ഇതാണ്. പക്ഷെ ദാറ്റ് ഇസ് വൺ തിങ്. അനദർ തിങ് ഇസ്, തേർഡ് തിങ് ഇസ്, അത് ഞാൻ മുമ്പേ പറഞ്ഞ അതേ സെയിം പോയിന്റ്, ഈ ക്രിയേറ്റേഴ്സിനും ബൗണ്ടറീസ് ഇല്ല. അവര് ബൗണ്ടറീസ് ബ്ലർ ചെയ്യും. അവർക്ക് ഒരു നിമിഷത്തിൽ തോന്നുന്ന കാര്യത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ആൾക്കാരെ ഏറ്റുപിടിക്കും, അപ്പൊ പിന്നെ ആൾക്കാരെ കുറ്റക്കാരായി, റൈറ്റ്? സോ I think it comes down to boundaries. Creators should have really good
ബൗണ്ടറീസ് ആസ് ടു വാട്ട് ദേ മേക്ക് പബ്ലിക്. കുറേ ആൾക്കാരുണ്ട്, ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ്, കൊറിയൻ ക്രിയേറ്റേഴ്സിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പേര് കുട്ടികളുടെ ഫേസ് കാണിക്കില്ല, പാർട്ട്നേഴ്സിന്റെ ഫേസ് കാണിക്കില്ല, ഇല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ലൈഫ്, അവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്തിട്ട് പോലും പ്രൈവറ്റ്, അതായത് വേറെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ കോമന്ററി ചെയ്യുന്നതാണെങ്കിലും മൂവി റിവ്യൂസ് അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ടെക് റിവ്യൂസ്, അതൊന്നല്ല, ലൈഫ് സ്റ്റൈലിൽ തന്നെ കുറേ കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ അവരെ പറ്റി, അവർ ആസ് എ പേഴ്സൺ ഇതൊക്കെ ചെയ്യുന്നല്ലാതെ നമുക്ക് അവരെ പറ്റി ഒന്നും അറിയില്ല. സോ യു നീഡ് ടു ഹാവ് സ്ട്രോങ് ബൗണ്ടറീസ്. നൗ ദാറ്റ്സ് ദ ട്രിക്കി പാർട്ട് ഇസ് ദ മോർ പേഴ്സണൽ ഇൻഫർമേഷൻ യു റിവീൽ, പേഴ്സണൽ കാര്യങ്ങൾ കാണുമ്പം ആൾക്കാർ ക്ലിക്ക് ചെയ്യും, അപ്പം അൽഗോരിതം ഫേവേഴ്സ് അത്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ പേ കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടും. അത് കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസ് ഇങ്ങനെ പുഷ് ചെയ്ത് അവസാനം ഒരു ദിവസം എല്ലാം കൂടെ തലേ വന്ന് വീഴും, റൈറ്റ്? ആൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ, ബൗണ്ടറി ഈസ് നോട്ട് ടെല്ലിങ് അതർ പീപ്പിൾ വാട്ട് ടു തിങ്ക്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കുട്ടികളെ സ്ക്രീനിൽ കാണിക്കത്തില്ല, അതെൻ്റെ ബൗണ്ടറി. ബൗണ്ടറി ഈസ് ഓൾവേസ് ഫോർ മൈ സെൽഫ്. ഞാനിത് ചെയ്യില്ല, മറ്റേ ആൾക്കാർക്കല്ല നമ്മൾ ബൗണ്ടറി ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെയും കാണിച്ചു, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, റൈറ്റ്? എന്നിട്ട് എന്നെ പറ്റി എൻ്റെ ഡീറ്റെയിൽസ് ബേസിക്കലി ഈ ആളും ഞാനും തമ്മിലുള്ള ഫുൾ വഴക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാർ ഓരോന്ന് പറയുന്നു, അവരുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പറയുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് പറയാം, ഇതെന്റെ ബൗണ്ടറിയാണ്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. അഭിപ്രായം ഉണ്ടായിരിക്കും, പക്ഷെ എന്നെ പറ്റി നല്ല കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അതല്ല ബൗണ്ടറി. ബൗണ്ടറി ഈസ് ഓൾവേസ് ഫോർ മൈ സെൽഫ് ഇൻ ദ സെൻസ്, ഞാൻ ഇത് ചെയ്യില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ബൗണ്ടറി വുഡ് ബി ഒരു ഒപ്പീനിയൻ, ഇഫ് ദേ തിങ്ക് ഇറ്റ്സ് ക്രോസിങ് സംതിങ്, യു ക്യാൻ ബി ലൈക്ക്, I will not engage or encourage or tolerate these kind of comments എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ആളെ ബ്ലോക്ക് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ബൗണ്ടറി. പക്ഷെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കണം എന്ന് പറയുന്നത് ഇസ് നോട്ട് യുവർ ബൗണ്ടറി, റൈറ്റ്? സോ ഇതെല്ലാം കൂടെ ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. പറഞ്ഞ് കുറേ ആയിപ്പോയി. ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഒരു സൈഡിൽ ദർ ആർ വ്യൂവേഴ്സ് ഹു തിങ്ക് ദാറ്റ് ഇവർ കാരണമാണ് ഒരു ക്രിയേറ്റർ സക്സസ്ഫുൾ ആയത്. ബിക്കോസ് ഒരു ഓഡിയൻസ് ഇല്ലാതെ ഇൻഫ്ലുവൻസറിന്റെ ഒരു കരിയർ ഇല്ലല്ലോ, കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു കരിയർ ഉണ്ടല്ലോ. ആൻഡ് ഇത് കുറച്ച് അഹങ്കാരം നമുക്ക് തോന്നാമെങ്കിലും ഒരു ചെറിയൊരു ഫാക്ട് ഉണ്ട്, ഒരു റിയൽ ഫാക്ട് ഉണ്ട്. ക്രിയേറ്റേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഓഡിയൻസ്, ഫെയർ എനഫ്. അതിൻ്റെ അപ്പുറത്ത് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഹൂ സേ, ഞാൻ നിനക്ക് ഒന്നും തരാൻ പോകുന്നില്ല, ഐ ഡോണ്ട് ഓവ് യു എനിത്തിങ്, നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ, നിന്റെ പണി നോക്കിപ്പോ എന്ന് പറയുന്നവരുണ്ട്, റൈറ്റ്? അതിലും ഒരു കാര്യമുണ്ട്, അവരുടെ വീഡിയോസ് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ അവരെ ഓൺ ചെയ്യുന്നില്ല, കറക്റ്റ്? പക്ഷേ ദ മിഡിൽ ഗ്രൗണ്ട് ഇസ്, ഇഫ് യുവർ കരിയർ ഇസ് ബേസ്ഡ് ഓൺ പബ്ലിക് അറ്റൻഷൻ, ദെൻ ഓഡിയൻസ് റെലവെന്റ് ആണ്. ഓഡിയൻസിനെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റത്തില്ല, റൈറ്റ്? ഓഡിയൻസ് നിങ്ങളെ ഓൺ ചെയ്യുന്നില്ല, പക്ഷെ ദേ മാറ്റർ, കറക്റ്റ്? സോ ഇത്രയേ ഉള്ളൂ. രണ്ടുപേരും പറയുന്നത് ശരിയാ, പക്ഷെ രണ്ടുപേരും അങ്ങനെ എക്സ്ട്രീമിലേക്ക് പുഷ് ചെയ്യുക, right? Viewers obviously don't own the creators, and creators obviously don't owe unlimited access to the viewers. പക്ഷെ ചില ക്രിയേറ്റേഴ്സിന് തോന്നും ദാറ്റ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ഇസ് ഫൈൻ. ഇവർ പറയുന്ന ഒരു കാര്യവും ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. ചില വ്യൂവേഴ്സിന് തോന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഓണേഴ്സ്, ഞാൻ ഓൺ ചെയ്യുന്നു, റൈറ്റ്? സോ ബേസിക്കലി ഇറ്റ് ഓൾ കംസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇത് ഓണർഷിപ്പും അല്ല, ഇത് ഫ്രണ്ട്ഷിപ്പും അല്ല, ഇത് ഒരു കുടുംബവും അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ ട്രാൻസാക്ഷൻ. Both the parties are benefiting. As and when you are watching the content, both the parties are benefiting from that exchange, right? And both are free to leave, correct? So ഈ രണ്ട് റിയാലിറ്റിയും ഒരു ടെൻഷനിലാണ്. എത്രയും കൂടുതൽ ഒരു ക്രിയേറ്റർ അവരുടെ പ്രൈവറ്റ് ലൈഫിനെ പറ്റി ഷെയർ ചെയ്യുന്നു, അത്രയും ലെസ് കൺട്രോൾ ദേ ഹാവ് ഓൺ ഹൗ ദ വ്യൂവേഴ്സ് ആർ ഗോയിങ് ടു റിയാക്ട്, ദ വ്യൂവേഴ്സ് ആർ ഗോയിങ് ടു ടോക്ക്. അതിൻ്റെ ഇടയ്ക്കും ഞാൻ പറഞ്ഞായിരുന്നു, ഈ റിയാക്ട് ചെയ്യുന്ന വ്യൂവേഴ്സിൽ തന്നെ നമുക്ക് ഹേറ്റും ഹറാസ്മെന്റും കയറി വരും. അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, റൈറ്റ്? സോ ദ മോർ ഇമോഷണലി ഇൻവെസ്റ്റഡ് ദ വ്യൂവേഴ്സ് ബിക്കം, ഗ്രേറ്റർ ഇസ് ആർ റെസ്പോൺസിബിലിറ്റി ആസ് വ്യൂവേഴ്സ് ദാറ്റ് ഇവര് എങ്ങനെയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് എങ്ങനെയൊക്കെ നല്ലതായിട്ട് പൊതിഞ്ഞ് നമ്മുടെ തന്നാലും ദേ ആർ
ബേസിക്കലി എന്തോ ഒരു കാര്യം നമുക്ക് സെല് ചെയ്യുന്ന പോലെ ഒരു പരിപാടിയാണ്. അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ല, നമ്മൾ അവരുടെ ഫ്രണ്ട്സ് അല്ല, ഇതൊരു ട്രാൻസാക്ഷനാണ് നമ്മളെല്ലാവർക്കും. സോ ബേസിക്കലി ഞാനത് പറയാൻ കാര്യം ഈ കുറേ ഫൈറ്റ്സും നിങ്ങളൊക്കെ റെഡിറ്റിൽ കയറി നോക്കണം. റെഡിറ്റിൽ എന്തൊക്കെ സംസാരത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും റെഡിറ്റ് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചുകൂടെ അൺഹിഞ്ച്ഡ് ആണ്, യൂട്യൂബിനെക്കാട്ടി കുറച്ചുകൂടെ അൺഹിഞ്ച്ഡ് ആണ് റെഡിറ്റ്. അത് കുറച്ചൊരു നമുക്ക് തന്നെ ഇതെന്താ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതായത് ഈ നോർമൽ വ്യൂവേഴ്സിന് നമ്മുടെ നാട്ടിൽ ഇത് ജസ്റ്റ് വന്ന് തുടങ്ങിയോണ്ടുള്ള ഒരു ഐ തിങ്ക്, മാത്രമല്ല ലീഗൽ റെഗുലേഷൻസ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം. ഐ തിങ്ക് സ്ലോലി എല്ലാവർക്കും മനസ്സിലാവും ദാറ്റ് ഇതൊരു പണിയാണ്, നമ്മൾ അത്രയും കാര്യമാക്കേണ്ട കാര്യമില്ല, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എൻറ്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ, അത് തീർന്നു. ആൾക്കാർ ക്രിയേറ്റേഴ്സിനും മനസ്സിലാവും ലോങ് റണ്ണിൽ ഞങ്ങൾ റെസ്പെക്ട്ഫുള്ളി നന്നായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വ്യൂവേഴ്സിനെ അവർ അവരുടെ പാട്ടിന് പോവും. നമ്മുടെ ലിറ്ററലി നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ഇതുകൊണ്ടാണ്. സോ വി ഹാവ് ടു ബി നൈസ്, വി ഡോണ്ട് ഹാവ് ടു ബി we have to be kind. We don't have to be nice, but we have to be kind. And so, അത്രേ ഉള്ളൂ. Thank you for watching.